തിരുവനന്തപുരത്ത് 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്ഥലത്ത് മഴയുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതെവിടെയാണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കാര്യമായിട്ടുള്ള മഴയുണ്ട്. ദീപാവലി മഴയായിരിക്കും. കാര്യമായിട്ടുള്ള മഴയെന്ന് പറയാൻ പറ്റില്ല. 2-3 ദിവസമായിട്ട് മഴയുണ്ട്. മഴയത്ത് മാത്രം കണ്ടുവരുന്ന ചില ചില കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുക കേട്ടോ. ഇതൊക്കെ ഈ മഴയത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, കാക്കകൾ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മരത്തിൽ വന്നിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് നോക്കിയേ. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്കൂട്ടറിലാണ് പോകുന്നതെങ്കിൽ മഴ നനയുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കില്ലേ, അതുപോലെ കാക്കയും ഒതുങ്ങിയിരിക്കുക കേട്ടോ. പിന്നെ ഇതേ കുമ്മിള്, ഇത് ഞാനിപ്പോൾ കണ്ടതാട്ടോ. നോക്കിയപ്പോഴേക്കും അവിടെ ഇങ്ങനെ കുമ്മിള് പൊടിച്ച് നിൽപ്പുണ്ട്. ഇത് കഴിക്കാൻ കൊള്ളാവുന്ന കുമ്മിളാണോ എന്നറിയില്ല, എങ്കിലും ഇങ്ങനെ പൊടിച്ച് വരുന്ന കുമ്മിളിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. അത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന കുമ്മിളിൻ്റെ ആ ഒരു രുചിയൊന്നും ആയിരിക്കില്ല. നമ്മുടെ കളിക്കാട് ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ അവിടുത്തെ വയലിൽ നിറയെ കുമ്പിളുണ്ടാവാറുണ്ട് കേട്ടോ. മിക്കവാറൊക്കെ വിളിക്കുമ്പോൾ അമ്മയെ പറയാറുണ്ട് അവിടെ മെഴുക്കുവരട്ടി വെച്ചു, തോരൻ വെച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ കുമ്പിളൊക്കെ എവിടെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇന്നൊരു ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന്. ഞാൻ കരുതിയതൊന്നുമല്ല. രാവിലെ ദോശയ്ക്ക് ഇഡ്ഡലിക്കും വേണ്ടിയിട്ട് അരി ഉഴുന്ന് അരച്ചു കേട്ടോ. അപ്പോഴേക്കും ആ ഉഴുന്ന് ലേശം കൂടുതൽ പോലെ തോന്നി. അങ്ങനെ കുറച്ച് ഉഴുന്നെടുത്ത് മാറ്റി വെച്ചു, ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ എന്താ സംഭവിച്ചേ, ഉഴുന്ന് ലൂസായി പോയി കേട്ടോ. അത് വട ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നേരെ കള്ളിക്കാട് അമ്മയെ വിളിച്ചത് എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അതിൽ കുറച്ച് റവ ഇട്ടാലോ ഒന്ന് കട്ടിയാകുമെന്ന് പറഞ്ഞു കേട്ടോ. റവ ഇട്ടു, പക്ഷേ എന്നിട്ടും ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല. എങ്കിലും വട പോലെയൊക്കെ വന്നു കേട്ടോ. നടുക്ക് ഓട്ടയിട്ട് ഇടാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. നല്ല മൊരിങ്ങെല്ലാം വന്നു. കണ്ടിട്ടും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഉഴുന്നുവടയുടെ മണവും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കഴിച്ചപ്പോഴും അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നടുക്കോട്ടയില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇതിന് മുന്നേ എപ്പോഴും ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലതായിട്ട് ഉണ്ടാക്കി കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് അരച്ചതല്ല, അരി ഉഴുന്നും അരച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്ത് അരച്ചതാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കിട്ടാത്തത് കേട്ടോ. നല്ല കരിമുരയായിരുന്നു, ആ റവയും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല കരിമുരയായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷെ നടുക്ക് ഓട്ടയില്ലായിരുന്നു. ഒരു നല്ല തേങ്ങ ചട്നി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ വീട്ടിൽ സാമ്പാറുണ്ടായിരുന്നു, അതുകൊണ്ട് സാമ്പാർ വടയായിട്ട് കഴിച്ചു. വസ്ത്രം തുടങ്ങിയ പിന്നെ ഭയങ്കര മടിച്ചായിട്ട് ഞാൻ ഇരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നെന്തോ എനിക്ക് ആ മടിയെല്ലാം മാറ്റി ഇതുപോലെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ തോന്നി കേട്ടോ. വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിൽ കാട്ടി നമ്മൾ വല്ലപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. എന്നിട്ട് ഏട്ടന് ദേ ചായ ഇടുകയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളെല്ലാം റെഡിയായി. വേദയ്ക്ക് ചായ, കോഫി ഈ വക സാധനങ്ങളൊന്നും വേണ്ട. അപൂർവം ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ചായയും കോഫിയൊക്കെ കുടിച്ചാലായി. റെഗുലറായിട്ട് വേദ കുടിക്കാറില്ല, ഞാനും കുടിക്കാറില്ല. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ടുള്ള പരിഷ്കാരമാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറയുന്നത്. എന്തായാലും ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ വൈകുന്നേരം സുഖം സുന്ദരം. മഴയും കാര്യമായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട്. കാര്യമായിട്ട് പെയ്യുന്നെന്ന് ഞാൻ പറയത്തില്ല, നല്ല രീതിയിൽ പൊടിഞ്ഞ് നിൽപ്പുണ്ട്. എന്തായാലും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്.